കേരളത്തിലെ 4.5 കോടി ജനങ്ങളുടെ നെഞ്ചിലേക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം എഴുതിവിട്ട കൂരമ്പാണ് പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ വിഭജനം. ജനപ്രതിനിധികളോടോ സംസ്ഥാന സർക്കാരുമായോ യാതൊരുവിധ കൂടിയാലോചനയും നടത്താതെ അർദ്ധരാത്രിയുടെ മറവിൽ റെയിൽവേ ബോർഡ് പുറത്തിറക്കിയ ആ ഒരൊറ്റ ഉത്തരവിലൂടെ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന്റെ ചിറകുകളാണ് കേന്ദ്രം അരിഞ്ഞു വീഴ്ത്തിയത്. ദക്ഷിണ റെയിൽവേയിലെ ഏറ്റവും വരുമാനമുള്ളതും പഴക്കമുള്ളതുമായ ഡിവിഷനുകളിൽ ഒന്നാണ് പാലക്കാട്. എന്നാൽ ഈ ഡിവിഷന്റെ ആകെ വരുമാനത്തിന്റെ സിംഹഭാഗവും നൽകിയിരിക്കുന്ന മംഗളൂരു സെൻട്രൽ, മംഗളൂരു ജംഗ്ഷൻ, ന്യൂ മംഗളൂരു പോർട്ട് ഉൾപ്പെടെയുള്ള നിർണായക മേഖലകളെ പാലക്കാടിൽ നിന്നും അടർത്തി മാറ്റി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ മൈസൂരു ഡിവിഷനിലേക്ക് കൂട്ടിച്ചേർക്കുവാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തോടുള്ള ഈ വെട്ടിനിരത്തൽ ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. 2007 കോയമ്പത്തൂർ മേഖല ഉൾപ്പെടുത്തി പുതിയ സേലം ഡിവിഷൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ പാലക്കാടിന്റെ 550 കിലോമീറ്ററുകളോളം ട്രാക്കുകൾ കവർന്നെടുത്തിരുന്നു. അതിന് പകരമായിട്ട് അന്നത്തെ കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്ത കഞ്ഞിക്കോട് കോച്ച് ഫാക്ടറി പദ്ധതി പിന്നീട് എങ്ങുമെത്താതെ പാതി വഴിയിൽ കേന്ദ്രം ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷവും നിർത്തിവെക്കാത്ത വെട്ടിമുറിക്കലിന്റെ തുടർക്കഥയാണ് ഇപ്പോഴത്തെ ഈ അർദ്ധരാത്രിയിലുള്ള ഉത്തരവ്. മംഗളൂരു തുറമുഖം വഴിയുള്ള ചരക്കു നീക്കത്തിൽ നിന്നും ഭീമമായ വരുമാനമാണ് പാലക്കാട് ഡിവിഷന്റെ പ്രധാന സാമ്പത്തിക ഭദ്രത. ഇത് നഷ്ടപ്പെടുന്നതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം കുത്തനെ ഇടിയും. വരുമാനം കുറയുന്നതോടെ കേന്ദ്ര ബജറ്റിൽ പാലക്കാടിന് ലഭിക്കേണ്ട വികസന ഫണ്ടുകൾ ഗണ്യമായി വെട്ടിക്കുറയ്ക്കപ്പെടും. ഇത് ഭാവിയിൽ പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. മലബാർ മേഖലയിലേക്കും കാസർഗോഡേക്കുമുള്ള പുതിയ ട്രെയിനുകളും വികസന പദ്ധതികളും എന്നേക്കുമായിട്ട് തടയപ്പെടുകയും ചെയ്യും. കർണാടകയിലെ BJP നേതാക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേന്ദ്രം ഈ നീക്കം നടത്തിയത് എന്ന സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തീരുമാനത്തിനെതിരെ കേരളം ഒറ്റക്കെട്ടായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വിഭജന തീരുമാനം അടിയന്തരമായിട്ട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഒരുപോലെ നടത്തുകയാണ്. ഇതിൽ പ്രതിഷേധിച്ച് വരും തിരുവോണ നാളിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ UDF MPമാർ ഉപവാസ സമരം നടത്തും. രണ്ടാം ഘട്ടമായി ഡൽഹിയിലേക്ക് പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ വാദങ്ങൾ വ്യക്തമാണ്. പാലക്കാട് ഡിവിഷൻ വിഭജിക്കില്ല എന്ന് മുൻപ് റെയിൽവേ മന്ത്രി നൽകിയ ഉറപ്പിന്റെ നഗ്നമായ ലംഘനമാണ് ഇതെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. കർണാടക രാഷ്ട്രീയത്തിലെ നേട്ടത്തിന് വേണ്ടി കേരളത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഇത്തരം വഞ്ചനാപരമായ നീക്കങ്ങളെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിരോധിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഷാഫി പറമ്പിൽ MPയും കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കമുള്ള UDF ജനപ്രതിനിധികൾ ഈ അനീതിക്കെതിരെ തെരുവിലും സഭയിലും അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. നമ്മുടെ മണ്ണും അവകാശങ്ങളും ഒന്നൊന്നായി കവർന്നെടുക്കുമ്പോൾ നോക്കി നിൽക്കാൻ കേരളം തയ്യാറല്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേരളത്തിന്റെ റെയിൽവേ ഭാവി ഇരുളടയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനം തിരുത്തപ്പെടും വരെ കേരളത്തിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും.